സ്പോർട്സ് മോഡ് ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, റെഡി സ്റ്റഡി ഗോ. ഓക്കെ, ഈ വേരിയന്റ് ഏതാ നമ്മൾ ഇന്ന് ഓടിക്കുന്നത്? ഇന്ന് നമ്മൾ ഓടിക്കുന്നത് GTX ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് ആണ്. GTX. ഓക്കെ, ഓൾ വീൽ ഡ്രൈവ്, 299 ഹോഴ്സ് പവർ, 460 ന്യൂട്ടൺ മീറ്റർ ടോർക്ക്. ID.4 വേരിയൻസിനെ കുറിച്ച് പറഞ്ഞ എത്ര വേരിയൻസ് ഉണ്ട് ഇതിന്? ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ട്. മാരുതി ഷോറൂമിൽ കയറിയ പോലെയാണ്. ഓക്കെ ഓക്കെ, എന്ത് ബഡ്ജറ്റ് പറഞ്ഞാലും ഉണ്ടല്ലോ. ID.4 GTX വെർഷൻ ലുക്ക് ആൻഡ് ഫീൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇതിന്റെ ബമ്പറിൽ രണ്ട് സൈഡിലും 3 വെർട്ടിക്കൽ ലൈറ്റ്സ് ഉണ്ട്. ഇതില് ഈ ബമ്പറിന്റെ താഴെയുള്ള ഭാഗമൊക്കെ ഈ റെയിൽവേ ഡ്രൈവ് മോഡലില് ബ്ലാക്ക് കളറാണ്. ഇത് GTX-ലേക്ക് വരുമ്പോ കുറെ ഭാഗങ്ങളൊക്കെ ബോഡി കളറാണ്. അതുപോലെ തന്നെ സൈഡിൽ നിന്ന് നോക്കിയാലും ഡോറിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗം റെയിൽവേ ഡ്രൈവ് മോഡലിലൊക്കെ ബ്ലാക്ക് കളറാണ്. ഇതിനും ബോഡി കളറാണ്. പിന്നെ സൈഡിൽ GTX എഴുതിയിട്ടുണ്ട്, പുറകിൽ GTX എഴുതിയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഈ വണ്ടി നോക്കുകയാണെങ്കിൽ GTX മാത്രമേ ID.4 എന്ന് എവിടെ എഴുതിയിട്ടില്ല. ഓൾമോസ്റ്റ് 4.6 മീറ്റേഴ്സ് ആണ് ലെങ്ത്. ID.5ന്റെ ലെങ്ത് ഇല്ല, അതെനിക്ക് തോന്നുന്നത് 4.6 സംതിങ് ഉണ്ട്. മാർക്കി അതിനേക്കാളും ഉണ്ട്, അത്രയും ഇല്ല, പക്ഷെ എന്നാലും നല്ല വലിപ്പമുള്ള വണ്ടി തന്നെയാണ്. പക്ഷെ ഇത് കുറച്ചുകൂടെ എടുത്ത് കാണിക്കുന്നുണ്ട്, ഇതിന്റെ ഈ ഷേപ്പിന്റെ പ്രത്യേകത ആയിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ Volkswagen ആണ്, അതെ, വളരെ കൺസർവേറ്റീവ് ഡിസൈൻ ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒത്തിരി അങ്ങനെ ഭയങ്കര സംഭവങ്ങളൊന്നും അവിടെ ഇവിടെ ഇല്ല. ഉള്ളത് വൃത്തിയായിട്ട് നല്ല ക്ലീൻ ഇതായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതെ അതെ, എന്നാണ് എനിക്ക് നമ്മൾ ഈ പറയുന്ന പോലെ ഓഫ് ആൻഡ് നോ വൺ ആണ്. ഗ്രിഡിലില്ലാത്ത ലുക്ക് നന്നായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തു. പക്ഷെ എന്നാലും ആ ഒരു ഫാമിലി ലുക്ക് വന്നിട്ടുണ്ട്. ഫ്രണ്ടില് മാട്രിക്സ് LED ലൈറ്റ്സ് ആണ് ഈ മോഡലിൽ. അത് അതിന്റെ DRL കോൺഫിഗറബിൾ ആണ് അല്ലേ? അതിന്റെ പാറ്റേൺ. പക്ഷെ പുറകിലത്തെ ലൈറ്റിന് മാത്രമേ ഒരു നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു അനിമേഷൻ നമുക്കത് കോൺഫിഗറബിൾ ആണ്. പിന്നെ ഫ്രണ്ടില് നമ്മുടെ ഹെഡ്ലൈറ്റ് തമ്മിൽ ഒരു ബന്ധിപ്പിക്കുന്ന ഒരു ബ്ലാക്ക് പാനൽ ഉണ്ട്. അതിലൊരു ലൈറ്റ് സ്ട്രിപ്പ് ഉണ്ട്. അത് പക്ഷെ നടുക്ക് മറ്റേ Volkswagen ലോഗോ വരും അല്ലേ? അതെ അതെ. അപ്പൊ അത് കംപ്ലീറ്റ് ആവില്ല, പക്ഷെ രണ്ട് സൈഡിൽ നിന്ന് വന്ന ആ ലോഗോ മുട്ടി നിൽക്കും. പിന്നെ ഈ പറഞ്ഞ ബാക്കില് നല്ല റാപ്പ് റൗണ്ട് ഫുൾ ലെങ്ത് വരുന്ന ലൈറ്റ്സ് അല്ലേ? അതെ, അവിടെയും ഈ പറഞ്ഞ ഒരു ലൈറ്റ് സ്ട്രിപ്പ് ഉണ്ട്, റെഡ് കളർ. പക്ഷെ അതും നടുക്ക് ലോഗോയിൽ മുട്ടി നിൽക്കും. മിറേഴ്സ് എങ്ങനെയുണ്ട്? നല്ല, എനിക്ക് ഇത് നല്ല ഭയങ്കര വലിയ മിറേഴ്സ് ആണ്. പിന്നെ ഈ ബ്ലൈൻഡ് സ്പോട്ട് വാർണിംഗിന്റെ ലൈറ്റ് ഈ മിററിന്റെ സൈഡിൽ ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ താഴെ തന്നെ അല്ലേ മറ്റേ ഒരു പ്രൊജക്ഷൻ ലൈറ്റ് ഉണ്ട്. ആ പാറ്റേൺ ആക്ച്വലി ആൾക്കാർ ചോദിക്കുന്നത് Volkswagen വണ്ടിയിൽ എന്താണ് റെനോയുടെ ലോഗോ പ്രൊജക്ട് ചെയ്യുന്നത്? ഇത് നമുക്ക് ഇന്റീരിയറിലേക്ക് വരാം. എനിക്ക് ആക്ച്വലി GTX മോഡലിന്റെ പ്രത്യേകതയാണെന്നല്ലേ ഈ റെഡ് സ്റ്റിച്ചസ് പാറ്റേൺ. ഈ റെഡ് പാറ്റേൺ GTX-ന്റെ സ്റ്റിച്ചിങ് പാറ്റേൺ അത് നല്ല രസമുണ്ട് ആക്ച്വലി. റെഡ് സ്റ്റിച്ചിങ് പലയിടത്തും ഉണ്ട്. ഈ സ്റ്റിയറിംഗ് വീലിലും ഉണ്ട് സ്റ്റിച്ചിങ്. പിന്നെ ഈ പറഞ്ഞ പോലെ സീറ്റിലുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ടച്ച് ആണ്. ഒരു ക്വാളിറ്റി ഇതിനകത്ത് കാണാനുണ്ട്. ഇത് പ്ലാസ്റ്റിക് ആണോ? അല്ല, ഇത് പ്ലാസ്റ്റിക് അല്ല, പക്ഷേ ഇത് സോഫ്റ്റ് ടച്ച് പ്ലാസ്റ്റിക് ആണ്. മുകളില് ഈ പറഞ്ഞ പോലെ കൈ വെക്കുന്നിടത്തും സോഫ്റ്റ് ടച്ച് ആണ്. പക്ഷേ ഈ ഡോർ ഹാൻഡിലിന്റെ അവിടെ പിയാനോ ബ്ലാക്ക് കൊടുത്തത് ഒരു നല്ല തീരുമാനം അല്ല. കാരണം ഇവിടെ തൊടുന്ന എല്ലാ ഫിംഗർ പ്രിന്റും ഈ പറഞ്ഞ പോലെ കൈ എന്നുള്ള അഴുക്കും എല്ലാം ഇതിനകത്ത് ഇങ്ങനെ കാണുന്നുണ്ട് ആക്ച്വലി. അതുപോലെ ഡാഷ്ബോർഡിലും ഉണ്ട് പിയാനോ ബ്ലാക്ക്. അത് അധികം തൊടാത്ത സംഭവം ആയതുകൊണ്ട് പിന്നെ ഓക്കെയാണ്. പക്ഷെ ഈ താഴത്തെ ഇത് ഒരു ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. പ്രത്യേകിച്ച് ഒരു കാണാൻ വലിയ രസമൊന്നുമില്ല. അല്ല, പക്ഷെ നമ്മളിവിടെ കൂടുതലും ഇവിടെ ആണല്ലോ, കാരണം ഇത് ശരിക്കും സോഫ്റ്റ് ആണ്. എനിക്കൊരു ലെയറിംഗ് ഉണ്ട് അവിടെ. പക്ഷെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ മോഡലിന് ഏകദേശം 60,000 യൂറോയുടെ അടുത്ത് വിലയുണ്ട്. ആ വിലക്കുള്ള വണ്ടിയുടെ ഇന്റീരിയർ ആണോ ഇതെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഈ സീറ്റിംഗ് നല്ല സീറ്റ്സ് ആണ്. ഈ പറഞ്ഞ കംഫർട്ടബിൾ ആണ്. ഈ കൈ ഇരിക്കുന്ന എന്താ പറയാ ഹാൻഡ് റെസ്റ്റും നല്ല പൊസിഷൻ ആണ്. നമ്മള് ടെസ്ല റിവ്യൂ ചെയ്തപ്പോ പറഞ്ഞത് സീറ്റ്സ് നാരോ ആണ്. ഇത് അങ്ങനെയല്ല. ഈ സെൻട്രൽ കൺസോളും നല്ലൊരു ലുക്കുണ്ട്. ഇതിനകത്ത് എന്താ പറയാ, ഇവിടെ ധാരാളം സ്പേസ്, ഇവിടെ 2 ബോട്ടിൽ ഹോൾഡറിനുള്ള സ്പേസ്. എനിക്കൊന്ന് ഇത് നമുക്ക് എക്സ്ട്രാ എടുത്ത് മാറ്റാൻ പറ്റുന്ന സംഭവമാണ് അല്ലേ? അതെ, അത് എടുത്ത് മാറ്റാം. വലിയൊരു സ്പേസ് ആക്കി മാറ്റാൻ. ഇതില് മറ്റേ വയർലെസ് ചാർജിങ് ഉണ്ടോ? ഉണ്ട്, ഇതിന്റെ ഉള്ളിൽ അല്ലേ? ഈ ഭാഗത്ത് വയർലെസ് ചാർജിങ് ഉണ്ട്. പിന്നെ USB-C ചാർജിങ് പോർട്സ് ഇവിടെ തന്നെ കൈ എത്തുന്നിടത്ത് തന്നെ
കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ഉണ്ട്, ബാക്കിലും ഉണ്ട്. AC വെന്റും AC വെന്റും ഉണ്ട്. IDBuzz റിവ്യൂ ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ബാക്കിലുള്ള അതേ സ്റ്റിയറിംഗിന്റെ ബാക്കിലുള്ള അതേ ചെറിയ സ്ക്രീൻ ആണല്ലേ, ഇൻഫോർമേറ്റീവ് സെയിം. അത് ഈ റേക്കൻ ടിൽറ്റ് നടക്കുമ്പോ അതിന്റെ കൂടെ തന്നെ ആ സ്ക്രീനും വരുമല്ലേ, പൊസിഷൻ മാറുന്നില്ല. സ്റ്റിയറിംഗിന്റെ മുകളിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതിന്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ ഗിയർ സെലക്ടർ. പിന്നെ ഇതിന്റെ ലൈറ്റ്സിന്റെ യൂഷ്വലി Volkswagen അപ്പർ സൈഡിലല്ലേ, അവിടെ ഒരു വേറെ പാനലില്ലേ? അവിടെ ഒരു പാനലുണ്ട്. യൂഷ്വലി റോട്ടറി സ്വിച്ച് ആണ് കാണാറ്. ഇതിന് ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള പാനലാണ്. വിൻഡോ സ്വിച്ചസ് 2 ഉള്ളൂ. അപ്പൊ എങ്ങനെയാ അത്? ഇതില് റിയർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്വിച്ച് ഇവിടെ ഉണ്ട്. സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിയർ വിൻഡോ ആണ് ഇത് കൺട്രോൾ ചെയ്യുക, ഈ 2 സ്വിച്ച്. അല്ലെങ്കിൽ ഫ്രണ്ട് വിൻഡോ ആണ് കൺട്രോൾ ചെയ്യുക. അല്ലെങ്കിൽ അത് നമ്മൾ കുറച്ചു നേരം അത് പ്രസ് ചെയ്ത് പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിയർ എന്നുള്ള സാധനം ഫ്ലാഷ് ചെയ്ത് കൊടുക്കും. അപ്പൊ 4 വിൻഡോയും അത് കൺട്രോൾ ചെയ്യാം ഈ 2 സ്വിച്ച് വെച്ച്. അതേപോലെ ഞാൻ ചോദിക്കാം, ഇവിടെയും ഈ പറഞ്ഞ പോലെ സെൻട്രൽ കൺസോളിന്റെ അവിടെയും ഈ പറഞ്ഞ ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഇത് ഒരു ടച്ച് സ്ക്രീൻ ആണല്ലോ. ഇതിനെ നമ്മള് ടെമ്പറേച്ചർ കൂട്ടുകയും കുറയ്ക്കുന്നതും ഇവിടെ വിരലാണ്. 2 വിരലായിട്ട് തട്ടിയാലാണ് സീറ്റ് ഹീറ്റിംഗ് വരുന്നത് അല്ലേ? കുറച്ച് നിറ്റിഗ്രിറ്റീസ് ഉണ്ടല്ലേ? പിന്നെ ഈ പറഞ്ഞ ഇതിന്റെ കോമൺ കംപ്ലൈന്റ് ഈ പാനല് ബാക്ക്ലിറ്റ് അല്ല. ബാക്ക്ലിറ്റ് അല്ല. അപ്പൊ രാത്രി നമ്മള് ഉദ്ദേശം വെച്ചങ്ങ് കാണണം. അല്ല, എനിക്ക് ആദ്യത്തെ കുറച്ച് ദിവസം ബുദ്ധിമുട്ടുള്ള ആള്, നമ്മൾ യൂസ്ഡ് ആയി കഴിയുമ്പോ പിന്നെ നമുക്കറിയാം എവിടെ തുറണ്ടത്. ബാക്ക് സീറ്റ്സ് കംഫർട്ട് എങ്ങനെയുണ്ട്? ബാക്ക് സീറ്റ് കംഫർട്ടബിൾ ആണ്. ഹെഡ് റൂം നീ റൂം ഉണ്ട്, ഒട്ടും ഒന്നും കുറവില്ല. ഇപ്പൊ നമ്മള് ഈ ടെസ്ല മോഡൽ വൈ റിവ്യൂ ചെയ്തപ്പോ നമ്മൾ പറഞ്ഞു അന്നത്തെ സപ്പോർട്ട് ഇത്തിരി കുറവാണ്. ഇതിനാ കുഴപ്പമില്ല. പിന്നെ പുറകിലത്തെ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, അതിൽ 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. അതെനിക്ക് സ്കീ ഹാച്ച് പോലെയാണ്. സ്കീ ഹാച്ച് ഉണ്ട്. പിന്നെ സ്പ്ലിറ്റ് ഫോൾഡിംഗ് സീറ്റ്സ് ആണ് 60-40. അതിന് റിലീസിന് ഇവിടെ ഉണ്ടോ, മറ്റേ ബാക്കിലുണ്ടോ, അതോ മാനുവൽ? ഇല്ല, അത് നമ്മള് മാനുവൽ റിലീസ് ഇവിടെ തന്നെ റിലീസ് ചെയ്യണം. അതുപോലെ തന്നെ സീറ്റിന് വേറെ അഡ്ജസ്റ്റബിലിറ്റി ഒന്നുമില്ല. റിയർ സീറ്റ് ഫിക്സഡ് ആണ്. അപ്പൊ സ്ലൈഡിങ്ങും ബാക്ക് റെസ്റ്റ് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇതിന്റെ ബൂട്ട് സ്പേസ് എത്രയാണ്? 543 ലിറ്റേഴ്സ് ആണ് ബൂട്ട് സ്പേസ്. അപ്പം കൺസിഡറബിളി ബിഗർ ദാൻ പലതും, പക്ഷെ എന്നാൽ നോട്ട് ആസ് ബിഗ് ആസ് സ്കോഡ എൻയാക് അല്ലേ? ഓർ മോഡൽ വൈ. പക്ഷെ ഇതിന് ഫ്രങ്ക് ഇല്ല. ഫ്രങ്ക് ഇല്ല, അവിടെ ഒന്നുമില്ല. അതിനകത്ത് ഒരു 12 വോൾട്ട് ചാർജിങ് പോർട്ടില്ലേ? ബാക്കിലുണ്ട്, പക്ഷെ ആക്ച്വലി ഫ്രണ്ടിൽ എവിടെയും ഇല്ല. ഡിക്കിയില് അത് കൂടാതെ ലിഫ്റ്റ് ചെയ്താൽ വേറെ എക്സ്ട്രാ സ്പേസ് വല്ലതും ഉണ്ടോ? അതിന്റെ താഴെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് ചാർജിങ് കേബിളൊക്കെ വെക്കാൻ. അപ്പൊ ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എങ്ങനെയുണ്ട്? ഇത് 12 ഇഞ്ച് അല്ലേ? ഇത് 12 ഇഞ്ചാണ്. സ്റ്റാൻഡേർഡ് 10 ഇഞ്ചാണ് വരുന്നത്. ഇത് GTX ആയതുകൊണ്ടല്ല, ഇതിന്റെ അകത്ത് ഇൻഫോർടൈൻമെന്റ് പ്ലസ് പാക്കേജ് ഉണ്ട്. ഇത് എങ്ങനെയുണ്ട്? ഇത് ജസ്റ്റ് ഇത് യൂസ് ചെയ്യുമ്പോൾ ഇതിപ്പോ ഫോർ എക്സാമ്പിൾ ഇതിന്റെ യൂസേജ് എങ്ങനെയുണ്ട്? ഇത് റെസ്പോൺസീവ് ആണ്, പക്ഷെ ഈ സോഫ്റ്റ്വെയർ ആണ് കുറച്ച് സ്ലോ അല്ലേ? അതായത് റെസ്പോൺസീവ്നെസ്സിനല്ല പ്രശ്നം, സ്ക്രീൻ റെസ്പോൺസീവ് ആണ്, പക്ഷെ സോഫ്റ്റ്വെയർ അതനുസരിച്ച് റെസ്പോൺസീവ് അല്ല. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു, നമ്മള് ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ സ്ക്രീനിലേക്ക് പോയി, പക്ഷെ അവിടെ ചെന്ന് പ്ലീസ് വെയിറ്റ് എന്നുള്ളതാണ്. കുറച്ച് സ്ലോ ആണ് സോഫ്റ്റ്വെയർ. പക്ഷെ എനിക്കത് രണ്ടാമത് ഒന്നുകൂടെ പോകാനാണെങ്കിൽ കുഴപ്പമില്ല തോന്നില്ല. ഞാനിപ്പോ ചാർജിങ് ആണ് എടുത്തത്, അപ്പൊ നേരത്തെ കറങ്ങി. ഇപ്പൊ ഞാൻ ചാർജ് ചെയ്തപ്പോ പെട്ടെന്ന് വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ റെസ്പോൺസീവ് ആണ്, വളരെ ക്ലിയർ. ഐക്കൺസ് ഒക്കെ വളരെ വലുതാണ്, വളരെ റീഡബിൾ ആയിട്ടുള്ള ഐക്കൺസ്, ക്രിസ്പ് ആണ്. ജസ്റ്റർ കൺട്രോൾ ഉണ്ടല്ലേ? ജസ്റ്റർ കൺട്രോൾ അതിന് തോന്നിയ വർക്ക് ചെയ്യും. അങ്ങനെയാണോ? അപ്പൊ ഇതിൽ ഈ ID ലൈറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ആംബിയന്റ് ലൈറ്റിംഗ് ഉണ്ട്. അതിന്റെ വ്യത്യാസം എന്താ ശരിക്കും? ആംബിയന്റ് ലൈറ്റിംഗ് ഇവിടെ ഡോർ ഹാൻഡിലൊക്കെ ഉണ്ട്. അവിടെ നമ്മുടെ സാധാരണ കാണുന്ന പോലെ ആംബിയന്റ് ലൈറ്റിംഗ് ഉണ്ട്. പിന്നെ ID ലൈറ്റ് എന്ന് പറഞ്ഞാൽ ചില ഇൻഫർമേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യാനും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ലൈറ്റ്. അപ്പൊ ഫ്രണ്ടിലെ സ്ട്രിപ്പ് ആണ് അല്ലേ? ഫ്രണ്ടിലെ സ്ട്രിപ്പ്. അപ്പൊ നമ്മള് നാവിഗേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിയാറായി കഴിഞ്ഞാൽ ആ ഡയറക്ഷനിൽ സ്വൈപ്പ് ഉണ്ടാവും. പിന്നെ വേറെ പലതും അത് ഇൻഡിക്കേറ്റ് ചെയ്യും. ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഒരു ഗ്രീൻ ബാർ ഇങ്ങനെ കാണാം അതിൻ്റെ അത്. പിന്നെ ഇവിടെ ഇതൊക്കെ ടച്ച് സെൻസിറ്റീവ് ആണ്. ഈ ലൈറ്റ് ഒക്കെ ആപ്പിൾ കാർപ്ലേ ഉണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്, വയർലെസ് ആണ്.
എങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? കാരണം Volkswagen ആണ്, അപ്പൊ എന്തായാലും ഒരു മിനിമം ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ക്വാളിറ്റിയും കംഫർട്ടും നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ. അതെ, അത് ഇതിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. പിന്നെ എനിക്ക് കയറിയപ്പോൾ ഡ്രൈവിംഗ് പൊസിഷൻ കണ്ടുപിടിക്കാൻ കുറച്ചൊന്ന് തപ്പേണ്ടി വന്നു. പിന്നെ റൈഡ് കംഫർട്ട് ഉണ്ട്. സ്റ്റിയറിംഗ് കുറച്ച് നല്ല വലിയ സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് വലുതാണ്, ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. പക്ഷെ നമ്മൾ അങ്ങനെ അറിയില്ല ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ. പക്ഷെ അത് മോർ ഓഫ് എ ലുക്ക്. കാരണം എനിക്കത് ഇപ്പൊ സ്റ്റിയറിംഗ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അതിലും ഉണ്ട് ഈ GTX-ന്റെ ചുമന്ന സ്റ്റിച്ചിങ്ങും ആ താഴെ GTX-ന്റെ ലോഗോന്റെ സൈഡിൽ റെഡ് കളറൊക്കെ ഒരു ആക്സെന്റ്. സോ നല്ല രസമുണ്ട് അത്. ഓക്കെ. പിന്നെ ഈ ജനറലി ഡ്രൈവിംഗ് എങ്ങനെയുണ്ട്? ഹാൻഡ്ലിംഗ്, പിന്നെ ഈ ചെറിയ സ്ക്രീൻ ആണെങ്കിലും ഫ്രണ്ടില് ഇത് ചെറിയ സ്ക്രീൻ ആണെങ്കിൽ ഇതിപ്പോ നമുക്ക് അഡ്ജസ്റ്റബിലിറ്റി ഉണ്ട്. നമ്മള് ബസ് റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെയിം സാധനമാണ് ഇത്. അത് നമുക്ക് ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഉണ്ട്. ഹെഡ് ഡിസ്പ്ലേ ഉണ്ടോ ഈ വണ്ടിക്ക്? ഹെഡ് ഡിസ്പ്ലേ ഉണ്ട്. ഓക്കെ. റിയർ വിസിബിലിറ്റി, സൈഡ് വിസിബിലിറ്റി ഓക്കെയാണ് എന്ന് പറയാൻ തോന്നുന്നു. അതിൽ കൂടുതൽ അങ്ങനെ ഭയങ്കര നല്ലതെന്ന് പറയാനില്ല. IDBuzz ഇല്ല, അതില്ല. കമാൻഡിങ് വ്യൂ എന്നൊന്നും പറയാനില്ല. പക്ഷെ എന്നാലും നല്ലൊരു വ്യൂ ഔട്ട് ഉണ്ട് ഫ്രണ്ടില്. സൈഡിലും അങ്ങനെ അത്ര തിക്കല്ല ഈ പില്ലർ. അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് കാരണം നമുക്ക് അങ്ങനെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഇല്ല. പിന്നെ 2 മോഡുണ്ട്, D മോഡ് ഉണ്ട്, B മോഡ്. D മോഡിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് റീജൻ ബ്രേക്കിംഗ് ഇല്ല. നോർമൽ നമ്മുടെ സാധാരണ വണ്ടി ഓടിക്കുന്നത് ഇത് റോൾ ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിനൊരു ഇക്കോ ഡ്രൈവ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഇക്കോ അസിസ്റ്റൻസ് ഫീച്ചർ ഉണ്ട്. ആ ഫീച്ചർ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ D മോഡിൽ ഇത് ഒരു ഓട്ടോമാറ്റിക് റീജൻ പോലെയാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ അത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു റൂട്ട് ഗൈഡൻസ് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു റൗണ്ട് അബൌട്ട് വരികയാണെങ്കിൽ ഇത് അതിന് ഈ ID ലൈറ്റിന്റെ ഒരു സിഗ്നൽ തരും. ഇവിടെ ഒരു സിഗ്നൽ വരും. അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ നമ്മുടെ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ആ റൗണ്ട് ബോട്ട് എത്തുമ്പോഴത്തേക്കും ആ റൗണ്ട് ബോട്ടിൽ എൻ്റർ ചെയ്യാനുള്ള സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്പീഡിലേക്ക് അത് കുറയ്ക്കും. അത് ഈ റീജൻ ബ്രേക്കിംഗ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് അത് കാലെടുക്കാൻ അത് ഒരു സിമ്പിൾ അവിടെ കാണിക്കും. പെഡലിൽ നിന്ന് കാലെടുക്കുന്ന പോലെ ഒരു സിമ്പിൾ അതിൽ കാണിക്കും. അപ്പൊ അങ്ങനെ D മോഡിലും റീജൻ ബ്രേക്കിംഗ് ഉണ്ട്. അതല്ലാതെ നമ്മൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ D മോഡിൽ റീജൻ ബ്രേക്കിംഗ് ഇല്ല. റീജൻ ബ്രേക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞാൽ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ ഇതിന്റെ ഈ ബ്ലെൻഡഡ് ബ്രേക്സ് ആണ്. അപ്പൊ നമ്മൾ ബ്രേക്കിൽ കാല് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ഭാഗം അത് റീജൻ ബ്രേക്കിംഗ് ആണ്. അത് കഴിഞ്ഞാലേ അത് ഫ്രിക്ഷൻ ബ്രേക്കിലേക്ക് വരുള്ളൂ. അപ്പൊ ഈ ഇപ്പൊ നമ്മൾ ചെറുതായിട്ട് സ്പീഡ് കുറച്ചാൽ മതി എന്നൊക്കെയാണെങ്കിൽ ഇത് റീജൻ ബ്രേക്കിംഗ്. നമ്മൾ കാല് കൊടുത്ത് ബ്രേക്ക് ചെയ്താലും ഇതിപ്പോ റീജൻ ബ്രേക്കിംഗിൽ പോകും. ഇപ്പൊ നമുക്ക് ഈ ക്യാമറയിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല, ഞാൻ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ഒരു ഗ്രീൻ ബാർ ഗ്രീൻ ബാർ കാണിക്കുന്നത് അത് റീജൻ ബ്രേക്കിംഗ് ആണെന്നാണ്. അപ്പൊ നമ്മൾ D മോഡിലാണ്. പക്ഷെ ഞാൻ D മോഡിൽ വെറുതെ കാലെടുത്ത് കഴിഞ്ഞാൽ റീജൻ ബ്രേക്ക് ചെയ്യില്ല, അതിങ്ങനെ റോൾ ചെയ്തോണ്ടേയിരിക്കും. B മോഡിൽ റീജൻ ബ്രേക്കിംഗ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മള് മാക്കിയിലൊക്കെ കണ്ട പോലെ അത്രക്ക്, അല്ലെങ്കിൽ ടെസ്ലയില് ഉണ്ണി പറഞ്ഞ പോലെ അത്ര ഹാർഷ് ആയിട്ടുള്ള റീജൻ ബ്രേക്കിംഗ് ഓൾമോസ്റ്റ് വൺ പെഡൽ ഡ്രൈവിംഗ് പോലെയാണ് എനിക്ക് തോന്നി. കാലെടുത്ത ഉടനെ ഭയങ്കരമായിട്ടൊരു ടെസ്ല ഇതിന് അത്രയില്ല. ഇത് വൺ പെഡൽ ഡ്രൈവിംഗ് ഇല്ല ഇതിന്. ഇത് സ്റ്റോപ്പ് ചെയ്യില്ല. ഇത് ഒരു എനിക്ക് തോന്നുന്നു ഒരു 5-6 കിലോമീറ്റർ സ്പീഡിൽ വരെ അത് സ്ലോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് റോൾ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഒരിക്കലും അത് എന്താ പറയാ സീറോയിലേക്ക് പോവില്ല. എന്തൊക്കെ തരം ADAS ഫീച്ചേഴ്സ് അതിനകത്തുള്ള? ADAS ഫീച്ചേഴ്സ് ബേസിക് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ട്, പിന്നെ ലെയിൻ കീപ്പിംഗ് അസിസ്റ്റന്റ്, പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ്. പിന്നെ ഉള്ളത് ഈ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിന്റെ ഭാഗമായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഈ സ്പീഡ് ലിമിറ്റ് അനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക് സ്പീഡ് റിഡക്ഷൻ ഉണ്ട്. അത് മറ്റേ ട്രാഫിക് സൈൻസ് റീഡ് ചെയ്തിട്ട് ട്രാഫിക് സൈൻ റീഡ് ചെയ്തും പിന്നെ നാവിഗേഷൻ ഡേറ്റയും വെച്ചിട്ട് അത് സ്പീഡ് ലിമിറ്റ് അനുസരിച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യും തന്നെ. അപ്പൊ അത് എനേബിൾ ചെയ്താൽ നമ്മൾ 100 ലിമിറ്റിലൂടെ 120 പോയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ നമ്മള് ഇപ്പൊ 100-ലുള്ളടത്ത് നമ്മള് 100-ന്റെ മേലെ ഒരു വാല്യൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സ്പീഡിൽ പൊക്കോളും. അപ്പൊ ഇത് നമ്മള് 50-ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
അവിടെ 30 ആണ് ലിമിറ്റ്. അപ്പോൾ അത് സ്ലോ ആവുമോ നമുക്ക് നോക്കാമല്ലോ. ഇപ്പൊ 50 km/h ആ പച്ച ലൈനിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ലൈനിനുള്ളിൽ തന്നെയാണ് പോകുന്നത്. അതെ അതെ. 30 ahead അതിനകത്ത് കാണിച്ചു. ഓക്കെ. അപ്പം ബ്രേക്ക് ചെയ്ത് തുടങ്ങി. ഞാൻ കാല് വെച്ചിട്ടില്ല, തന്നെ ബ്രേക്ക് ചെയ്ത് 30-ലാക്കി. ഓക്കെ. അപ്പൊ അത് 30-ൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ? 30-ലേക്ക് എത്തിയിട്ടില്ല. ഇത് റീജൻ ബ്രേക്കിംഗ് ആണ് ചെയ്തോണ്ടിരിക്കുന്നത്. കറക്റ്റ്. അപ്പൊ ഇപ്പൊ 30-ലെത്തി. എന്നിട്ടപ്പോ അതിൽ കണ്ടിന്യൂ ചെയ്യുന്നു. ഇല്ല, ഇതിപ്പോ ഈ വളവിലാണ് 30. വളവിന്ന് നമ്മൾ മാറിക്കഴിയുമ്പോ വീണ്ടും അത് 50 ആവും. അപ്പൊ ഞാൻ കാല് കൊടുത്തിട്ടില്ല. കാല് ആക്സിലറേറ്ററിലില്ല സംഭവം. ഇനിയിപ്പോ പതുക്കെ തന്നെ കൂട്ടും. 30 കഴിഞ്ഞു എന്നുള്ള ബോർഡ് അവിടെ കാണാനുണ്ട്. അപ്പൊ 30 കഴിഞ്ഞു. അതെ, 50 ഡിറ്റക്റ്റഡ്. തന്നെ ആക്സിലറേറ്റ് ചെയ്യുന്നു. അത് നല്ല അഡാപ്റ്റീവ് ഡാമ്പേഴ്സ് ഉണ്ട്. സ്പോട്ട് പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് ആണ്. അതിൽ കംഫർട്ട് കാര്യമായിട്ട് കൂട്ടുന്നുണ്ട്. പോട്ട് ഹോൾസ് ഒന്നും അധികം അറിയില്ല. കൊള്ളാം. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ അവിടെ തിരിച്ചപ്പോ കണ്ടു നമ്മുടെ 360 ക്യാമറ. അതെങ്ങനെയുണ്ട്? നല്ല ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഇത് വലിയ സ്ക്രീനും അല്ലേ ഇത്, അപ്പൊ എല്ലാം ക്ലിയർ ആയിട്ട് കാണാം. ഫ്രം സ്റ്റോപ്പ് സ്പോർട്സ് മോഡ് ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, റെഡി സ്റ്റഡി ഗോ. ഓക്കെ, GTXന്റെ അറിയുണ്ട്, ആ വയലൻസ് കാണാനുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ മറ്റേ BMW iX-ന്റെ പോലെ ഫേക്ക് സൗണ്ട് ഒന്നും ഇല്ല. ശരിക്ക് ജസ്റ്റ് ആ ഒരു ജർക്ക് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാനുണ്ടായിരുന്നു ബാക്കിലേക്ക്. ഞാൻ ഡി മോഡിലാണ്. പക്ഷെ സ്പോർട്ട് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഡി മോഡിലും റീജൻ ബ്രേക്കിംഗ് ഉണ്ട്. നമ്മൾ നോർമലി കാണുന്ന ഇക്കോ, കംഫർട്ട്, പിന്നെ ട്രാക്ഷൻ മോഡ് ഉണ്ട്. ട്രാക്ഷൻ മോഡ് ഈ മാക്സിമം ഓൾ വീൽ ഡ്രൈവ് ട്രാക്ഷന് വേണ്ടിയിട്ട് ഉള്ള മോഡാണ്. ഇതിന്റെ ചാർജിങ് സ്പീഡ്സ് എന്താണ്? ഇതിന്റെ 135 kW വരെയാണ് പറയുന്നത്. അതിൽ GTX മോഡലിന് 150 വരെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചാർജിങ് ടൈം പറഞ്ഞാൽ 5 to 80 എന്നുള്ളത് ഏകദേശം 30 to 36 minutes ആണ്. പിന്നെ AC ചാർജിങ് 11 kW ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന്റെ WLTP റേഞ്ച് എത്ര? ഇതിന്റെ റേഞ്ച് 494 GTX മോഡലിന്റെ. ഇപ്പൊ നമ്മൾ ഓടിക്കുന്ന വേരിയന്റിന്റെ പ്രൈസിങ് എങ്ങനെ? ഇതിന്റെ പ്രൈസിങ് ഏകദേശം 59,000 euros ആണ്. 59,000 പ്രൈസിങ് അനുസരിച്ചിട്ട്. ഇതിനിപ്പോ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് വേരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് പ്രൈസ് തന്നെ ഭയങ്കര വലിയ റേഞ്ച് ആണ്. അപ്പൊ അങ്ങനെ ഏറ്റവും ലോവസ്റ്റ് ടു ഹൈയസ്റ്റ് ഏകദേശം 43,000 മുതൽ ഏകദേശം 63,000 വരെയാണ് റേഞ്ച്. 43,000 എന്ത് റേഞ്ചിൽ വേണമെങ്കിലും, എന്ത് ബഡ്ജറ്റ് വേണമെങ്കിലും. എനിക്കത് 43-യുടെ സ്ഥലത്ത് റിയർ വീൽ ഡ്രൈവ് 52 kW വണ്ടിയായിരിക്കും. ഇതിന്റെ വാറണ്ടി എങ്ങനെയാ? വാറണ്ടി 2 year വാറണ്ടിയാണ്, അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ്. ബാറ്ററി സ്റ്റാൻഡേർഡ് ആയിട്ട് 80S. എന്താണ് ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ്? ഇതിന്റെ പ്രോ എന്ന് എനിക്ക് തോന്നുന്ന ഒരു കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരു കാറാണ്. സ്പേസ് ആവശ്യത്തിനുണ്ട്, പ്രാക്ടിക്കാലിറ്റി ഉണ്ട്, റേഞ്ച് ഉണ്ട്, ആവശ്യത്തിന് പവർ ഉണ്ട്. ഒരു എന്താ പറയുന്ന ഒരു ടിപ്പിക്കൽ Volkswagenന്റെ എന്താ പറയുന്ന ആ ഒരു ട്രഡീഷൻ കാത്തു സൂക്ഷിക്കുന്ന കൺസർവേറ്റീവ് ഡിസൈൻ. ഡ്രൈവ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. വെരി Volkswagen-ish. അതെ. കോൺസ് എന്തൊക്കെയാണ് അപ്പൊ ഇതിന്റെ? കോൺസ് എനിക്ക് തോന്നുന്നു ഒരു EV എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ആസ്പെക്റ്റിലും ഒരു ക്ലാസ് ലീഡിംഗ് എന്ന് പറയാനില്ല. ഒരു USP ഇല്ല. അതും Volkswagen-ish ആണല്ലേ? എന്തുകൊണ്ട് ഈ വണ്ടി മേടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് ഒരു കാരണം ഇല്ല. ഈ വണ്ടിയെ കുറിച്ചൊരു 1-line കൺക്ലൂഷൻ പറഞ്ഞാൽ എന്താണ്? 1-line കൺക്ലൂഷൻ, കോമ്പീറ്റന്റ് ബട്ട് നോ USP. വെരി Volkswagen-ish, കൺസർവേറ്റീവ്. എവറിത്തിങ് വർക്ക്സ്. പക്ഷെ അങ്ങനെ എടുത്തു പറയാനായിട്ട് ഭയങ്കര സംഭവമില്ല. നമ്മള് ഈ പറഞ്ഞ പോലെ എന്താണ്, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്, മാസ്റ്റർ ഓഫ് നൺ. അപ്പൊ ഇന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് Volkswagen ID.4 GTX ആണ്. അപ്പൊ ഇതുപോലത്തെ കൂടുതൽ വണ്ടി റിവ്യൂകളും വാഹന വിശേഷങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോർഡിക് മലയാളി. താങ്ക് യു.